ഹലോ കൂട്ടുകാരെ, അല്പം ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഞാൻ എൻ്റെ ജോബ് റിലേറ്റഡായി അല്പം ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതിന് ഞാൻ കൂട്ടുകാരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. എനിവേ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് വായിക്കാമെന്നുള്ള ഒരു ക്ലാസ് സീരീസാണ്. ഇത് ഞാൻ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്, എ ടു സി വരെ. നമ്മൾ മനസ്സിലാക്കിയ ആൽഫബറ്റിക്കൽ പ്രൊണൗൺസിയേഷൻ അല്ല ആ ലെറ്ററുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ വരുമ്പോൾ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ. ഇത് ഇംഗ്ലീഷ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന റിക്വസ്റ്റോടുകൂടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്ററാണ് എ എന്നുള്ളത്. ഇത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയത് ആ സൗണ്ടാണ്, അല്ലേ? ആപ്പിൾ, അവിടെ നമ്മൾ ലെറ്റർ എ ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ മനസ്സിലാക്കിയത് എ എപ്പോഴും ആ എന്നാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കൺസെപ്ഷൻ തെറ്റാണ്. ആ വാക്ക് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ എ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ എന്നല്ല ഉച്ചരിക്കേണ്ടത്. അതിന് ചില ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ല, ഒരു ചുരുക്കരൂപം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ലെറ്ററായ എ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ചിലപ്പോൾ എ പ്രൊണൗൺസ് ആസ് ഇ സൗണ്ട്. ഒരു ഇ സൗണ്ടിൽ ചിലപ്പോൾ എ പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ബീച്ച്, ഇവിടെ നിങ്ങൾ BH എന്നല്ല ഉച്ചരിക്കേണ്ടത്, ബീച്ച്. അവിടെ എ എന്ന ലെറ്ററിന് ഇ എന്നുള്ള സൗണ്ടാണ്. ഇതുപോലെയാണ് ശേഷം വരുന്ന എല്ലാ വേർഡുകളിലും ഇ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ബീഡ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി കമ്പ്യൂട്ടർ ലാംഗ്വേജ് റിലേറ്റഡ് ആയൊരു വേർഡാണ്. അതിന് നമുക്ക് തുള്ളി എന്നൊക്കെ അർത്ഥം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. അത് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്. ഓക്കെ, അടുത്തത് ബീക്ക്. ബീക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൊക്ക്, ചുണ്ട് എന്നതിനൊക്കെ ബീക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ നമ്മൾ ബീം കാണാറുണ്ട്. അതുപോലെ ലൈറ്റിൻ്റെ ബീം, അതിനൊക്കെ ബീം ഉപയോഗിക്കാം. അതുപോലെ ബീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പയർ, സാധാ പയർ, അതിന് ബീൻ എന്ന് പറയും. അതുപോലെ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ബീറ്റ് നമുക്കറിയാം, അടിക്കുന്നതിനാണ് ബീറ്റ് എന്ന് പറയുന്നത്. ബ്ലീച്ച് എന്ന് ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ അഴുക്ക് കളഞ്ഞ് വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കുക, അഴുക്ക് കളയുന്നതിനൊക്കെയാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലീക്ക് എന്ന് പറയുന്നത് കുറച്ച് തണുപ്പുള്ള എന്നൊക്കെ ഒരർത്ഥം വെക്കാൻ കഴിയും. അത് ചില കോണ്ടെക്സ്റ്റിൽ വാക്കർത്ഥം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊരു കോണ്ടെക്സ്റ്റിൽ, ഒരു സന്ദർഭത്തിൽ അതിന് അർത്ഥവ്യത്യാസം സംഭവിക്കും. അതുപോലെ ബ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആടുകളൊക്കെ കരയുന്നതിനാണ് ബ്ലീറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സിനോടുകൂടെ അല്പം വൊക്കാബുലറി നമുക്ക് പഠിച്ചെടുക്കാം. ഇത്രയാണ് നമ്മൾ ഇ എന്നുള്ള സൗണ്ടിൽ ലെറ്റർ എ എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ച വാക്കുകളിലെല്ലാം അവിടെ ആ എന്നുള്ള സൗണ്ടല്ല, ഇ എന്നുള്ള ഒരു സൗണ്ടാണ് ലെറ്റർ എക്കുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി
നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഭാഗം പഠിച്ചത് ഈ എന്നുള്ള അല്പം ദീർഘത്തോടെയുള്ള ഈ ആയിരുന്നു. ഇനി എ പ്രൊനൗൺസ് ആസ് ഈ സൗണ്ട്, ഈ എന്ന് മാത്രമേ ഉച്ചരിക്കുള്ളൂ. അതിനുള്ള ഉദാഹരണമാണ് ഹെഡ്. അവിടെ ഒരിക്കലും ഹീഡ് എന്ന് ഉച്ചരിക്കാറില്ല, ഹെഡ്. തലയ്ക്ക് ഹെഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ലെഡ്. ലെഡ് എന്ന് പറഞ്ഞാൽ ഈയത്തിന് ലെഡ് എന്ന് പറയും. മറ്റേ ലെഡും നയിക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ടെൻസിലെ വ്യത്യാസം വരും. അത് നമ്മൾ ശേഷം പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വേർഡാണ് റീഡ് എന്നുള്ളത്, അല്ലേ? ഇവിടെ നമ്മൾ റെഡ് എന്ന് ഉപയോഗിച്ചത്, ഇത് റീഡ് എന്നാൽ വായിക്കുക. വായിച്ചു എന്ന് പറയുന്ന റീഡ് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ഫോമാണ് റെഡ്. സത്യത്തിൽ എഴുത്തൊരു പോലെയാണ്, പക്ഷേ പ്രൊണൗൺസ് ചെയ്യണ സംസാരിക്കുന്നത് റെഡ് എന്നാണ്. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ സാധാരണ തെറ്റായി ഉപയോഗിക്കുന്നതാണ്. ഒരിക്കലും റീഡ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോം നമ്മളൊരിക്കലും റീഡ് എന്ന് പ്രൊണൗൺസ് ചെയ്യരുത്, റെഡ് എന്നാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബ്രെഡ്. നമ്മളൊക്കെ അറിയാം, നമ്മുടെ സാധാ ബ്രെഡ്, കഴിക്കുന്ന ബ്രെഡ്, ഭക്ഷണം എന്നൊക്കെ അർത്ഥമുണ്ട്. നെക്സ്റ്റ് സ്പ്രെഡ്. സ്പ്രെഡ് എന്നാൽ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നൊക്കെ അർത്ഥം വരും. നെക്സ്റ്റ് ത്രെഡ്, നൂല് എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, നെക്സ്റ്റ് ത്രെഡ്. ത്രെഡ് എന്ന് പറഞ്ഞാൽ ചവിട്ടുപടി, കോണിപ്പടി എന്നതിനൊക്കെ ത്രെഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഓക്കെ, അവിടെ ഒരിക്കലും നമ്മൾ ഹെൽത്ത് എന്ന് നീട്ടി ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് വൺ സ്റ്റെൽത്ത്. സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ മോഷണം. നമ്മൾ സാധാരണ തെറ്റായി പ്രൊണൗൺസ് ചെയ്യാറുള്ള ഒരു വേർഡാണ്. മോഷണം എന്നതിന് സ്റ്റെൽത്ത് എന്നാണ് ഉപയോഗിക്കുന്നത്. കളവ്, മോഷണം എന്നൊക്കെ അർത്ഥമുണ്ട്. നെക്സ്റ്റ് ബ. നമ്മൾ സാധാരണ ബിയർ, കരടിക്ക് ബിയർ എന്ന് പറയാറുണ്ട്, പക്ഷേ ബ എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ഓക്കെ, പ. പ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പിയർ, പഴം ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ പിയർ എന്നല്ല അതിൻ്റെ ഉച്ചാരണം, പ എന്നാണ്. ഓക്കെ, ഈ സൗണ്ടാണ്. അതുപോലെ തന്നെ വ. നമ്മൾ സാധാരണ എപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ്. ധരിക്കുക എന്നതിന് വിയ എന്നാണ് പറയാറുള്ളത്. അത് സത്യത്തിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വ എന്നാണ്. നെക്സ്റ്റ് സ. സ എന്ന് പറഞ്ഞാൽ ആണയിട്ട് പറയുക, അതുപോലെ തന്നെ ശബ്ദം ചെയ്യുക, അതിനൊക്കെയാണ് സ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ സൗണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ചില ഡീവിയേഷൻസ് മാത്രമേ ഞാൻ ഇവിടെ ഹൈലൈറ്റായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ആ സൗണ്ട്. ബാക്ക്, ലാസ്റ്റ്, ഹാൻഡ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. ഫാക്റ്റ്. ഫാക്റ്റ് എന്നാൽ യാഥാർത്ഥ്യം എന്നർത്ഥം. ഓക്കെ, ചാൻസ്, അവിടെ അവസരം എന്നർത്ഥം. ബ്ലാക്ക്, സാൻഡ്, ക്ലാസ്, ഹാഫ്. ഒരിക്കലും അവിടെ ഹാവ് എന്നല്ല, അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. ഹാഫ്, എ ഹാഫ് എന്നേ അവിടെ പ്രൊണൗൺസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ലാഫ്. ആഫ്റ്റർ, പ്രാക്ടീസ്, ആൻസർ, റാദർ, പ്ലാസ്റ്റിക്, ട്രാഫിക്, എക്സാക്ട്ലി. ഇത് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ മനസ്സിലാക്കിയ ആ എന്നുള്ള ഒരു ഉച്ചാരണം തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് എ എച്ച് സൗണ്ട്, ഹ, ഹ സൗണ്ട് വരും. എ പ്രൊണൗൺസ് എ എച്ച് സൗണ്ട്. നോക്കാം. ഫാദർ. ഒരിക്കലും ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദർ, ഒരു ഹ സൗണ്ട് നമ്മളിവിടെ ആഡ് ചെയ്യണം.
സാഫ്. സാഫ് എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ള എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് മീനിങ്ങിലാണത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പാം. പാം എന്ന് പറഞ്ഞാൽ പന. പാം ഓയിൽ എന്ന് നിങ്ങൾ കേട്ടില്ലേ? പാം എന്ന് പറഞ്ഞാൽ പന എന്നുള്ള അർത്ഥം. ഹുറേ. ഹുറേ എന്ന് പറഞ്ഞാൽ വിജയിക്കുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് പറയുന്നൊരു വാക്കാണ് ഹുറേ. ഹുറേ എന്ന് പറയുന്നത്. ഓക്കെ. അതിന് പ്രത്യേകം അർത്ഥമില്ല. നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ് ഹുറേ എന്ന് പറയാറുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എ പ്രോണൗൺസ് ഓ സൗണ്ട്. ഓ. വാട്ട്. നമ്മൾ സാധാരണ വാട്ട് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, വാട്ട്. അവിടെ ചെറിയ ഒരു ഓ സൗണ്ട് നമ്മളവിടെ ഉച്ചരിക്കണം. ലോറൻസ് ഒരു പേരാണ്. ലോറൽ. ബ്യൂറോക്രസി. നമ്മൾ ഉദ്യോഗസ്ഥ വർഗത്തിനാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അവിടെ എല്ലാം എ എന്നുള്ളതിന് ഓ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. ഞാനിവിടെ കുറച്ച് ഉദാഹരണം മാത്രമേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാ ഉദാഹരണവും പാടെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും. നമ്മൾ സാധാരണ വരുന്ന കുറച്ച് വാക്കുകൾ മാത്രമേ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഇത്രയാണ് നമുക്ക് ബേസിക്കായി മനസ്സിലാക്കേണ്ടത്. കുറച്ച് അഡ്വാൻസ് ലെവൽ നമുക്ക് എ എന്നതിൻ്റെ ഉച്ചാരണം ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറയാം. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാ വാക്കുകളും ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഒരു വൊക്കാബുലറി ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്കെല്ലാം ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ. ഇനി മറ്റുള്ള കുറച്ച് ഡീവിയേഷൻസ് സംഭവിക്കുന്ന കുറച്ച് വാക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. ഓ സൗണ്ട്. ഫോർ. ഡോട്ടർ. നെക്സ്റ്റ് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇ സൗണ്ട്. നമ്മൾ സാധാരണ എബോവ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഇബോവ്. ഇബോവ് സൗണ്ട്. എ എന്നുള്ള സൗണ്ട് ഏണസ്റ്റ്. അതുപോലെ എ സൗണ്ട്. ഫെയ്റ്റ്. ഡേ. എയിൽ. അതുപോലെ തന്നെ ഒ എച്ച് സൗണ്ട്. ഓ സൗണ്ട്. ഫ്ലോട്ട്. ഫോക്സ് തുടങ്ങിയ വാക്കുകൾ സാധാരണ നിങ്ങൾക്കറിയുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡീവിയേഷൻസ് നമ്മൾ എ ലെറ്ററിന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പൊതുവായ അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കിയ അതേ സൗണ്ടല്ല ലെറ്റർ എക്കുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി നമുക്ക് അടുത്ത ലെറ്റർ ആരംഭിക്കാം. ഓക്കെ. സി ബൈ.